നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല യുവതീ പ്രവേശന ഹർജികൾ നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക്. ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ്. നിലപാട് പറയാൻ സമയമുണ്ടെന്നും കോടതിയുടെ നിലപാട് അറിയാൻ കാത്തിരിക്കുന്നുവെന്നും നിയമമന്ത്രി പി രാജീവ്. സത്യവാങ്മൂലം സർക്കാർ തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് NSS. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ സ്വർണം നൽകിയ ചലച്ചിത്ര താരങ്ങളുടെ മൊഴിയെടുക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്. മുതിർന്ന നേതാക്കൾ കൊച്ചിയിൽ യോഗം ചേർന്നു. വിജയസാധ്യത മുഖ്യമെന്ന് നേതാക്കൾ. ഘടകകക്ഷികളുമായി ചർച്ചകൾ പൂർത്തിയായെന്ന് KC വേണുഗോപാൽ. പുതുയുഗ യാത്ര അവസാനിക്കും മുൻപ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് അടൂർ പ്രകാശ്. KPCC യോഗം നാളെ. നടൻ പ്രേംകുമാർ കോൺഗ്രസിലേക്കെന്ന സൂചന. KC വേണുഗോപാൽ വിളിച്ചിരുന്നുവെന്ന് പ്രേംകുമാർ. കോൺഗ്രസിലേക്ക് ഇപ്പോൾ പോകുമോ എന്ന് പറയാനാകില്ലെന്നും മറുപടി. മന്ത്രി സജി ചെറിയാനെതിരെയും പ്രേംകുമാറിന്റെ വിമർശനം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കിയത് സ്വാഭാവിക നടപടിയല്ലെന്നും അടിയന്തര സാഹചര്യം എന്തായിരുന്നുവെന്നും പ്രേംകുമാർ. അനുനയ ശ്രമവുമായി CPM. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന ഉൾപ്പെടെ 15 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് ക്ഷണം. ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തുന്നതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. പകരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള, വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. മൂന്നാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിനും പ്രദർശനത്തിനും ദുബായിൽ തുടക്കമായി. കേന്ദ്ര ആയുഷ് വകുപ്പ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ഉദ്ഘാടനം ചെയ്തു. 35 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കൊളംബോയിൽ ഇന്ത്യൻ വീരഗാഥ. 2020 ലോകകപ്പിൽ പാകിസ്ഥാനെ 61 റൺസിന് തകർത്ത് ഇന്ത്യ. 176 റൺസ് വിജയം പിന്തുടരുന്ന പാകിസ്ഥാനെ 114 റൺസിന് പുറത്താക്കി ഇന്ത്യൻ ബൌളർമാർ. അർദ്ധ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷൻ കളിയിലെ താരം. സംസ്ഥാനത്ത് വീണ്ടും ചർച്ചയാകുകയാണ് ശബരിമല യുവതീ പ്രവേശനം. നാളെ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുമ്പോൾ സർക്കാർ നിലപാട് എന്താകുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സർക്കാർ നൽകിയ മുൻ സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാന നിലപാട് തന്നെയാണ് NSSും മുന്നോട്ട് വെക്കുന്നത്. അതേസമയം നിലപാട് 1 മിനിറ്റ് കൊണ്ട് എടുക്കാൻ കഴിയുന്നതല്ല എന്നാണ് നിയമമന്ത്രി P രാജീവിന്റെ പ്രതികരണം. ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPMനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയതാണ് ശബരിമല യുവതീ പ്രവേശനം. യുവതീ പ്രവേശനത്തിന് അനുകൂല നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തതോടെ കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷം നേരിട്ടത്. വീണ്ടും വിഷയം സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് സർക്കാർ എടുക്കും എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധയോടെ നോക്കുന്നത്. ഹർജികളിൽ പ്രാഥമിക നടപടിക്രമങ്ങൾ മാത്രമാണ് നാളെ നടക്കുന്നതെങ്കിലും വിഷയം UDF ചർച്ചയാക്കിയിട്ടുണ്ട്. സത്യവാങ്മൂലം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയാനുള്ളത്. സർക്കാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് നേരത്തെ. ആ അഫിഡവിറ്റ് മാറ്റി ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ അഫിഡവിറ്റ് തിരുത്തിയിരിക്കണമെന്നുള്ളത് അച്ചട്ടാണ്. അതിനകത്ത് ഒരു പുനർചിന്തനത്തിന് ആവശ്യം പോലുമില്ല. കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നതാണത്. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറയുന്നു. സർക്കാർ എന്തു ചെയ്യും എന്നത് കാത്തിരിക്കുകയാണ് NSS. അതേസമയം ഇക്കാര്യത്തിൽ സർക്കാർ തിടുക്കപ്പെട്ട തീരുമാനം എടുക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. സർക്കാർ നിലപാട് അറിയണോ എന്ന് പുതിയ ബെഞ്ചാണ് തീരുമാനിക്കുക എന്ന് നിയമമന്ത്രി P രാജീവ് പറഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1 മിനിറ്റ് കൊണ്ട് സുപ്രീം കോടതിയിൽ 9 അംഗ ബെഞ്ച് ഞങ്ങളൊരു അഫിഡാവിറ്റ് കൊടുക്കുന്നു, അപ്പം തന്നെ അവർ സീൽ വെച്ചിട്ട് തരുന്നു, ഇതാ കൊണ്ട് നടപ്പിലാക്കുക എന്ന ലളിതമാണ് പ്രക്രിയ, എളുപ്പമാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ക്ഷമാപൂർവം കാത്തിരിക്കുക. ഓരോന്നിനും വിവാദങ്ങളുണ്ടാക്കി സംഘർഷങ്ങളിലേക്ക് എത്തിച്ച് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ കഴിയുമോ എന്ന കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് കരുതുക. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതിനാൽ സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടായിരിക്കും പ്രധാനം. സത്യവാങ്മൂലം പിൻവലിച്ചാൽ സർക്കാർ ഇതുവരെ മുന്നോട്ട് വെച്ച പല നിലപാടുകളെയും തള്ളിപ്പറയേണ്ടി വരും. മറിച്ചായാൽ വിശ്വാസ സമൂഹം വീണ്ടും എതിരാകും. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസിന് മൊഴി നൽകി സിനിമാ പ്രവർത്തകർ. ഷാജി കൈലാസ്, സുരേഷ് കുമാർ, രഞ്ജി പണിക്കർ എന്നിവരാണ് മൊഴി നൽകിയത്. നാണയമായാണ് സ്വർണം നൽകിയത്. മൊഴി നൽകാൻ തയ്യാറാണെന്ന് മോഹൻലാലും സുരേഷ് ഗോപിയും വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്.
ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ശബരിമല കൊടിമര പുനർനിർമ്മാണ ക്രമക്കേടിൽ വിജിലൻസ് ത്വരിത അന്വേഷണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് സിനിമാ പ്രവർത്തകരായ നിർമ്മാതാവ് സുരേഷ് കുമാർ, സംവിധായകരായ രഞ്ജി പണിക്കർ, ഷാജി കൈലാസ് തുടങ്ങിയവർ വിജിലൻസിന് മൊഴി നൽകിയത്. സ്വർണം നാണയമായാണ് നൽകിയതെന്ന് മൊഴിയിൽ പറയുന്നു. ഇക്കാര്യത്തിൽ മൊഴി നൽകാൻ തയ്യാറാണെന്ന് നടന്മാരായ സുരേഷ് ഗോപിയും മോഹൻലാലും വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് നൽകിയ 27 പേരുടെ ലിസ്റ്റിൽ നിന്നാണ് വിജിലൻസ് മൊഴി രേഖപ്പെടുത്തുന്നത്. കൂടുതൽ പേർ സ്വർണം നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും വിജിലൻസ് പരിശോധന നടത്തും. ഇതിന്റെ ഭാഗമായി മാധ്യമങ്ങളിൽ പരസ്യം നൽകാനാണ് വിജിലൻസ് ആലോചിക്കുന്നത്. 2017 കൊടിമരം പുനർനിർമ്മിച്ചപ്പോൾ ചെലവായ 3.2 കോടി രൂപ സ്പോൺസർ ചെയ്തത് ഫീനിക്സ് ഗ്രൂപ്പാണ്. എന്നാൽ ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ നടത്തിയ സ്വർണ്ണശേഖരണത്തിലാണ് 27 പേർ ഉൾപ്പെടുന്നത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറിന് പകരം ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷണർ കൂടി സ്വർണം കൈപ്പറ്റിയതായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിനോട് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ബി.ജെ.പിയുടെ നിലപാട് വ്യക്തമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. രാഷ്ട്രീയത്തിനു വേണ്ടി ആചാരത്തെ തൊട്ടുകളിക്കാൻ സർക്കാർ തയ്യാറാകരുത്. തൊട്ടാൽ പ്രതികരണമുണ്ടാകും. യുഎയിലെ അജ്മാനിൽ നടന്ന ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. രാഷ്ട്രീയത്തിനു വേണ്ടി ആചാരത്തെ തൊട്ടുകളിക്കാൻ സർക്കാർ തയ്യാറാകരുത്. അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായും പ്രതികരണമുണ്ടാകും. 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നാടകമായിരിക്കുമോ നാളെ നടക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാരെന്നും അദ്ദേഹം ചോദിച്ചു. NSSന് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നും ശബരിമല വിഷയത്തിന്മേലുള്ള NSS നിലപാടിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആർട്ടിക്കിൾ 25 പ്രകാരം ദേവസ്വം ബോർഡ് വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. കേന്ദ്രം ഇതുവരെ സംസ്ഥാനങ്ങളുടെ വിശ്വാസപരമായ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഇതെല്ലാം കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എങ്കിൽ പിന്നെ എന്തിനാ സംസ്ഥാന സർക്കാർ? ട്രെയിൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ, റോഡ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ, പോർട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾ, ആശുപത്രി ഉണ്ടാക്കുന്നത് ഞങ്ങൾ, സ്കൂളിൻ്റെ കാശ് കൊടുക്കുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്. പിന്നെ എന്താ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം? പിന്നെ ആർട്ടിക്കിൾ 25 പ്രകാരം ദേവസ്വം ബോർഡ് വരുന്നത് ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എതിരെയാണ്. ഒരു കൺകറൻറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും ഇന്ന് ഏത് സ്റ്റേറ്റിൽ നോക്കിയാലും സെൻട്രൽ ഗവൺമെൻറ് റിലിജിയൻ മാറ്റേഴ്സിലും ദേവസ്വം ബോർഡ് മാറ്റേഴ്സിലും ഇടപെട്ടിട്ടില്ല. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച് സംവാദത്തിന് തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. മഞ്ചേശ്വരം മണ്ഡലത്തിൽ വോട്ട് നീക്കം ചെയ്തതിന് പിന്നിൽ ബി.ജെ.പി ആണെന്ന ആരോപണം അദ്ദേഹം തള്ളി. അനധികൃത കുടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ് ബി.ജെ.പി നിലപാടെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, അജ്മാൻ. നാളെ തിരുവനന്തപുരത്ത് KPCC യോഗം നടക്കാനിരിക്കെ കൊച്ചിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മുന്നണിയിലെ സീറ്റ് വിഭജനം, സീറ്റ് വെച്ചുമാറൽ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. കൊച്ചിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ച് യോഗം ചേർന്നു. സീറ്റ് വിഭജന ചർച്ചകൾ ഏകദേശം പൂർത്തിയായി എന്നും തർക്കങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ഒരു കൂടിയാലോചന അത്രയേ ഉള്ളൂ. എല്ലാം വിജയ സാധ്യതയെ ആശ്രയമാക്കിയിട്ടായിരിക്കും. അല്ല, ഘടകകക്ഷിയുടെ സീറ്റ് സംബന്ധിച്ച് എല്ലാ ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. അവർ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ തർക്കങ്ങളുണ്ട്, അത് പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പുതിയുഗ യാത്ര അവസാനിക്കുമ്പോഴേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. ഈ മാസം 22-ന് ഡൽഹിയിൽ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ശേഷമായിരിക്കും കോൺഗ്രസ് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. ഇടതുവിരുദ്ധ നിലപാടെടുക്കുന്ന ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ K. ബാബു മത്സരത്തിനില്ല എന്നറിയിച്ചിട്ടുണ്ട്. ഇവിടെ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള പ്രാഥമിക ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ നടന്നു. താൻ മത്സരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. താങ്കൾ മത്സര രംഗത്തുണ്ടാവുമോ? വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ജനങ്ങൾ എന്നോട് പറയുന്നുണ്ട്, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. സാധ്യതയുണ്ട്. ജനങ്ങളുടെ നല്ല പിന്തുണയുള്ള ഊർജ്ജസ്വലനായ പ്രമുഖനായ നേതാവാണ് അദ്ദേഹം. പാർട്ടിയിൽ ഇപ്പോൾ ഇല്ലല്ലോ, അവിടെ പുതിയൊരാൾ വരും, ആലോചിക്കാം നമുക്ക്. K. മുരളീധരനും മത്സരത്തിനുണ്ടാകുമെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. സിറ്റിംഗ് MLA-മാർ തുടരുന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പതിവ് പടലപ്പിണക്കങ്ങൾ ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ശ്രമം. അമൃത ന്യൂസ്, കൊച്ചി.
നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയ്ക്കകം പ്രതിപക്ഷ നേതാവുമായി വീണ്ടും സംസാരിക്കുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നീക്കുപോക്കുകൾ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. സീറ്റ് വെച്ചുമാറുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കും. യുവാക്കളുടെ കാലമാണിതെന്നും വിജയസാധ്യത നോക്കി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്നും തങ്ങൾ കോഴിക്കോട് പറഞ്ഞു. മുന്നണി സംബന്ധമായുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് യാത്രയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടി ഇരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ല. ഏതായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ വീണ്ടും ഇരിക്കും. എന്നാലും ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട് ഓരോ സീറ്റ് സംബന്ധിച്ച്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും സർക്കാർ മാറ്റിയ പ്രേംകുമാർ കോൺഗ്രസിലേക്കെന്ന സൂചന. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി നടന്നത് സൗഹൃദ സംഭാഷണം മാത്രമെന്നും നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്നും പ്രേംകുമാർ പറഞ്ഞു. അതേസമയം തന്നെ പുറത്താക്കിയത് സ്വാഭാവിക നടപടിയെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് തന്റെ കാര്യത്തിൽ മാത്രമാണ് സ്വാഭാവികതയെന്നായിരുന്നു പ്രേംകുമാറിന്റെ മറുപടി. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാറിന് കോൺഗ്രസ് വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നതായാണ് ലഭിക്കുന്ന സൂചന. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രേംകുമാറുമായി ഫോണിൽ സംഭാഷണം നടത്തി. ഇത് സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നുവെന്നാണ് പ്രേംകുമാറിന്റെ മറുപടി. അല്ല, KC ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എപ്പോഴും ഒക്കെ ഞങ്ങൾ യാത്രകളിലൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. നല്ല സൗഹൃദമാണ്. അവരുടെ എല്ലാ നേതാക്കളുമായിട്ടും എല്ലാം നല്ല സൗഹൃദമാണ്. ആ സൗഹൃദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞപ്പോഴും അദ്ദേഹം വിളിച്ചിരുന്നു. അതൊക്കെ ഒരു സൗഹൃദ സംഭാഷണത്തിലപ്പുറം ഒന്നും അതിനകത്ത് വേറെ ഒന്നുമില്ല. എന്നാൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് KC വേണുഗോപാലിന്റെ കൂടിക്കാഴ്ചയെന്നാണ് സൂചന. കോൺഗ്രസിലേക്ക് പോകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രേംകുമാറിന്റെ മറുപടി ഇതായിരുന്നു. ഞാൻ ഒരിക്കലും എവിടെയും ഒരിടത്തും ഒരു കാലത്തും പോയിട്ടില്ല. ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ നാളെ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കില്ല എന്നൊന്നും എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ദൈവനിശ്ചയപ്രകാരം ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഞാൻ അതിനോടൊപ്പം നിന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും പ്രേംകുമാറിനെ മാറ്റിയത് കാലാവധി അവസാനിക്കുമ്പോഴുള്ള സ്വാഭാവിക നടപടി മാത്രമാണെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പ്രേംകുമാർ വ്യക്തമായ മറുപടി നൽകി. ചലച്ചിത്ര അക്കാദമിയിൽ മാത്രമാണോ ഈ ഒരു സ്വാഭാവിക നടപടി? സംഗീത അക്കാദമിയുടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? സാഹിത്യ അക്കാദമിയുടെ കഴിഞ്ഞിട്ട് എത്രയായി? ഭാരത് ഭവൻ ഇപ്പോൾ എത്ര കാലമായി തുടരുന്നു? അപ്പോൾ അവിടെയൊക്കെ ഒരു വലിയ മാറ്റം വന്നോ? അപ്പോൾ ഇതൊക്കെ ഒരു സ്വാഭാവികമായ നടപടി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കവി സച്ചിദാനന്ദനുമായി വ്യക്തിപരമായി താരതമ്യം ചെയ്യാനില്ലെന്നും പദവിയുടെ കാര്യത്തിൽ മാത്രമാണ് താരതമ്യം ചെയ്തതെന്നും അക്കാര്യത്തിൽ തനിക്ക് ലഭിച്ചത് ഇരട്ട നീതിയാണെന്നും തന്നെ തിരഞ്ഞുപിടിച്ച് പുറത്താക്കുകയായിരുന്നുവെന്നും പ്രേംകുമാർ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതിനിടെ പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ ശ്രമവുമായി CPM. കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിന്റെ വീട്ടിലെത്തി. എന്നാൽ പ്രേംകുമാർ വീട്ടിലില്ലാത്തതിനാൽ കാണാൻ കഴിഞ്ഞില്ല. മരണത്തിലും മറ്റുള്ളവർക്ക് ജീവനേകി കേരളത്തിന്റെ നൊമ്പരമായി മാറിയ മാലാഖ കുഞ്ഞ് ആലിൻ ഷെറിന് നാട് വിട നൽകി. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയായ 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നെടുങ്ങാടപ്പള്ളി CSI സെന്റ് തോമസ് പള്ളിയിൽ നടന്നു. വേദനയുടെയും കണ്ണീരിന്റെയും ഇടയിലും മാനവികതയുടെ വലിയൊരു സന്ദേശം അവശേഷിപ്പിച്ചാണ് ആലിൻ ഷെറിൻ യാത്രയാകുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന വിശേഷണത്തോടെ 4 പേർക്ക് പുതുജീവന്റെ വെളിച്ചം പകർന്നു നൽകിയാണ് 10 മാസം മാത്രം പ്രായമുള്ള ഈ പെൺകുഞ്ഞ് വിടവാങ്ങിയത്. നെടുങ്ങാടപ്പള്ളി CSI സെന്റ് തോമസ് പള്ളിയിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കേന്ദ്ര സർക്കാരിന് വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ VN വാസവൻ, സജി ചെറിയാൻ, വീണ ജോർജ് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ആ മോളുടെ വേർപാട് 10 മാസക്കാലം മാത്രം പ്രായമേ ഉള്ളൂ. ആ വേർപാട് ദുഃഖകരവും വേദനാജനവുമാകുമ്പോൾ ആ മാതാപിതാക്കൾ സ്വീകരിച്ച ഒരു നിലപാട് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ സംഭവമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന
ഒരു വിശ്വമാനവീയരുടെ സന്ദേശമാണ് അവരുടെ ഉന്നതമായ തീരുമാനത്തിൽ കൂടി ലോകത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നത്. അലൻമോൾ എന്നും മറ്റ് 4-5 ജീവനുകളിലൂടെ നിലനിർത്തിയാണ് ഒരുപക്ഷെ ഭൗതിക ശരീരം മാത്രമെന്ന തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ ലാപ്പിൽ മടിയിൽ ആണ് ഇനി ഈ കുഞ്ഞുമോൾക്കിടം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ് പകർന്നു നൽകേണ്ടത്. എനിക്ക് ഈ ഒരു വിട ചൊല്ലിലിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ അച്ഛന്മാരുണ്ടാവും, എൻ്റെ ഭാര്യയെപ്പോലെ അമ്മമാരുമുണ്ടാവും. ഈ ഒരു മുഹൂർത്തവുമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരച്ഛനെന്ന നിലയ്ക്കാണ് ഞാൻ ഓടിയെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 5-നുണ്ടായ കാർ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ആലിൻ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ ആ വിങ്ങുന്ന വേദനയിലും അവയവദാനമെന്ന ഉദാത്തമായ തീരുമാനത്തിലേക്ക് മാതാപിതാക്കളായ അരുൺ എബ്രഹാമും ഷെറിൻ ആൻ ജോണും എത്തുകയായിരുന്നു. ആലിൻ്റെ കരൾ, 2 വൃക്കകൾ, ഹൃദയവാൽവ്, നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. ഇതിൽ 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ളവർക്ക് ആലിൻ്റെ അവയവങ്ങൾ പുതുജീവിതം നൽകി. അപ്രതീക്ഷിതമായ ദുരന്തത്തിലും തളരാതെ സ്വന്തം മകളെ മറ്റുള്ളവരിലൂടെ ജീവിക്കാൻ വിട്ടു നൽകിയ ആ കുടുംബത്തിൻ്റെ തീരുമാനം കേരളത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന ഒന്നായി മാറി. ആലിൻ ഇനി അവരിലൂടെ ഈ ലോകത്ത് ജീവിക്കും. സ്നേഹത്തോടെയും അഭിമാനത്തോടെയും നാട് ആ മാലാകക്കുഞ്ഞിന് യാത്രാമൊഴി നേരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. ഇന്ത്യ, പാക് ഉൾപ്പെടെ 15 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തുന്നതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ ധാക്കയിലെ ഔദ്യോഗിക വസതിയായ ബംഗാഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 3-2 ഭൂരിപക്ഷം നേടിയാണ് BNP അധികാരമേൽക്കുന്നത്. നിയമവാഴ്ച എന്ത് വില കൊടുത്തും പുനഃസ്ഥാപിക്കുകയാണ് പുതിയ സർക്കാരിന്റെ മുൻഗണനയെന്ന് താരിഖ് റഹ്മാൻ പറഞ്ഞു. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യത്തിനനുസൃതമായാണ് ബംഗ്ലാദേശിന്റെ വിദേശനയം തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണമുണ്ട്. അതേസമയം ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തുന്നതിനാൽ പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുക്കും. വിവിധ രാജ്യങ്ങളിലെ നേതാക്കളും ചടങ്ങിനെത്തും. ചൈനീസ് പ്രസിഡന്റ് അടക്കം 15 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 350 അംഗ പാർലമെന്റിലെ 299 സീറ്റിലേക്ക് വ്യാഴാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 209 സീറ്റുകളും സ്വന്തമാക്കിയാണ് താരിഖ് റഹ്മാൻ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഭരണം പിടിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. 3ാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനവും പ്രദർശനവും ദുബായിൽ ആരംഭിച്ചു. കേന്ദ്ര ആയുഷ് വകുപ്പ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 35 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ സവിശേഷതകളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് 3ാമത് ആയുഷ് സമ്മേളനത്തിലൂടെ. കേന്ദ്ര ആയുഷ് വകുപ്പ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആയുഷ് മന്ത്രാലയം സെക്രട്ടറി വൈദ്യ രാജേഷ് കൊത്തേച്ച, UAE ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ, കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, വിജ്ഞാൻ ഭാരതി സെക്രട്ടറി ജനറൽ വിവേകാനന്ദ പൈ, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഈസ അൽ ബസ്താക്കി എന്നിവരുൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ദുബായ് ഹെൽത്ത് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഡോക്ടർ അലവി അൽ ഷെയ്ഖ് അലി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 35-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 1500-ലേറെ ആയുഷ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 17 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് സമ്മേളനം. ആയുഷ് ചികിത്സാ രീതികളുമായി ബന്ധപ്പെട്ട 31 അന്താരാഷ്ട്ര പ്രഭാഷകർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ആയുഷ് ഗവേഷണം, വിദ്യാഭ്യാസം, ഗ്രീൻ മെഡിസിൻ എന്നീ മേഖലകളിൽ ഇന്ത്യയും UAEയും തമ്മിലുള്ള സഹകരണത്തിന്റെ സാധ്യതകൾ ഉൾപ്പെടെ സമ്മേളനത്തിൽ പരിശോധിക്കും. ആയുഷ് മന്ത്രാലയത്തിന്റെയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും നേതൃത്വത്തിൽ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും ചേർന്നാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ആയുഷ് ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാതാക്കൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയുടെ 45-ലേറെ പ്രദർശന സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ആയുഷ് ചികിത്സാ രീതികളെക്കുറിച്ചുള്ള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും ഇത്തവണയുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. 1.5 ലക്ഷത്തോളം സന്ദർശകരെയാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന ആയുഷ് സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, ദുബായ്.
കുവൈറ്റിൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. പണമായി ഇടപാടുകൾ നടത്തുന്നത് വെറും 30% കുറഞ്ഞുവെന്ന് വിസ കുവൈറ്റ് കൺട്രി മാനേജർ മുഹമ്മദ് റിയാദ് വ്യക്തമാക്കി. 59% പേരും പണമിടപാടുകൾക്ക് പകരം കാർഡുകൾ വഴിയോ മൊബൈൽ ഫോൺ വഴിയോ ആണ് ഇടപാടുകൾ നടത്തുന്നത്. 2025 അപേക്ഷിച്ച് വൻ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. GCC രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് കുവൈറ്റിലാണ്. കുവൈറ്റിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ പ്രതിമാസ ശമ്പളത്തിൽ തൊഴിലുടമ കുറവ് വരുത്തിയാൽ ഇത് സംബന്ധിച്ച് സഹൽ ആപ്പ് വഴി തൊഴിലാളിയെ നേരിട്ടറിയിക്കുന്നതിനുള്ള സംവിധാനം ആരംഭിച്ചു. മാനവശേഷി സമിതി അധികൃതരാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. തൊഴിലാളികളുടെ ശമ്പളം യഥാസമയങ്ങളിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും ശമ്പളത്തിൽ ഏതെങ്കിലും കുറവ് വരുത്തുന്ന സാഹചര്യത്തിൽ നിരീക്ഷിക്കുന്നതിനുമായി മാസങ്ങളായി ആരംഭിച്ച നടപടികളുടെ ഭാഗമായാണ് പുതിയ സംവിധാനം. തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെ ഉടൻ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കമ്പനിയുടെ ഫയൽ താൽക്കാലികമായി മരവിപ്പിക്കുകയോ അടയ്ക്കുകയോ ചെയ്യും. ആവശ്യമായ നിക്ഷേപ നടപടികൾ പൂർത്തിയാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ഈ നിയന്ത്രണം തുടരും. ഫെബ്രുവരി 17 അറബി മാസം റജബ് 29 ചൊവ്വാഴ്ച വൈകുന്നേരം റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദി സുപ്രീം കോടതി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. നഗ്നനേത്രങ്ങൾ കൊണ്ടോ ടെലിസ്കോപ്പ് വഴിയോ മാസപ്പിറവി ദർശിക്കുന്നവർ തൊട്ടടുത്ത കോടതിയെ വിവരമറിയിക്കേണ്ടതാണ്. തീർത്ഥാടകർക്ക് താമസ സൗകര്യം നൽകാത്തതിന് ഹജ്ജ് ഉംറ മന്ത്രാലയം 2 ഉംറ സർവീസ് കമ്പനികൾക്ക് താൽക്കാലിക പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തി. ഈജിപ്തിലെ ടൂറിസം മന്ത്രാലയവുമായി സഹകരിച്ച് 2 കമ്പനികളുമായി കരാറിലേർപ്പെട്ട ഈജിപ്തിലെ ഏജന്റുമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്. കരാർ പ്രകാരമുള്ള ഉംറ പ്രോഗ്രാം അനുസരിച്ച് താമസ സൗകര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈജിപ്തിൽ നിന്നുള്ള തീർത്ഥാടകർ അംഗീകൃത താമസ സൗകര്യമില്ലാതെ രാജ്യത്തെത്തിയതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്ഷേത്രങ്ങളെ പഞ്ചാക്ഷരി മന്ത്രമുഖരിതമാക്കി ഇന്ന് ശിവരാത്രി. തലസ്ഥാനത്തെ എല്ലാ ശിവക്ഷേത്രങ്ങളും ശിവഭക്തരുടെ സംഗമഭൂമിയായി. ശിവരാത്രിയിൽ 5 യാമപൂജകളാണ് നടത്തുന്നത്. തിരുവനന്തപുരത്തെ മഹാദേവ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആത്മസമർപ്പണവും ഭക്തിയും ഒന്നുചേരുന്ന ദിനമാണ് ശിവരാത്രി. കുംഭമാസത്തിലെ ശ്രീകൃഷ്ണപക്ഷ നാളിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. പഞ്ചാക്ഷരി മന്ത്രം മുഴക്കി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തലസ്ഥാനത്തെ ഓരോ മഹാദേവ ക്ഷേത്രത്തിലും രാവിലെ മുതൽ ഒഴുകിയെത്തുന്നത്. കാളകൂട വിഷം കുടിച്ച ശിവഭഗവാന് ആപത്തൊന്നും ഉണ്ടാകാതിരിക്കാൻ പാർവതീദേവി ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചതിനാലാണ് ശിവരാത്രി ദിനത്തിൽ ഉറങ്ങാതെ പ്രാർത്ഥനാനിരതരായി ഭക്തർ ശിവക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ദേവാദിദേവന്മാരുടെ ദേവനായ ശ്രീ മഹാദേവന്റെ ശിവരാത്രി 2026 25-നെക്കാട്ടിലും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുംഭമേള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മഹാദേവനോട് ഭയങ്കര പ്രേമമാണ്. ഭക്തിയല്ല, ജനങ്ങൾക്ക് മഹാദേവനോട് പ്രേമമാണ്. ശിവരാത്രിയിൽ 5 യാമപൂജകളാണ് നടത്തുന്നത്. ഈ പൂജകളിൽ പങ്കെടുക്കുന്നത് 1000 പ്രദോഷവ്രതത്തിന് തുല്യമാണെന്നാണ് വിശ്വാസം. തിരുവനന്തപുരത്തെ സുപ്രധാന മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലും രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ രാവിലെ ധാര, രണ്ടാമത്തെ കാര്യം ഉഷപൂജ, പിന്നെ 108 ശീവേലി, പിന്നെ നിത്യം പുഷ്പാഭിഷേകമുള്ള ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം. ശിവരാത്രി ഒരു ഉത്സവരാത്രി മാത്രമല്ല, ആത്മശുദ്ധിയുടെയും ത്യാഗത്തിന്റെയും ആത്മീയ സന്ദേശം പകരുന്ന ദിനമാണ്. പഞ്ചാക്ഷരി മന്ത്രം മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ തലസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശിവഭക്തരുടെ സംഗമ സ്ഥലമായി മാറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശിവരാത്രി ആഘോഷ നിറവിൽ ആലുവ മണപ്പുറവും. ഇന്ന് പുലർച്ചെ മുതൽ ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് മണപ്പുറത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ ബലിതർപ്പണം ചൊവ്വാഴ്ച വരെ നീളും. പിതൃമോക്ഷ പുണ്യം തേടി വ്രതാനുഷ്ഠാനങ്ങളോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നത്. 116 ബലിത്തറകൾ ബലിതർപ്പണത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഇന്നു പുലർച്ചെ 6 മണിക്ക് ലക്ഷാർച്ചനയോടെ ശിവരാത്രി പൂജകൾ മഹാദേവ ക്ഷേത്രത്തിൽ ആരംഭിച്ചു.
രാത്രി 12-ന് ശിവരാത്രി വിളക്ക്, എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. കുംഭത്തിലെ അമാവാസിയായ ചൊവ്വാഴ്ച വരെ ബലിതർപ്പണം തുടരും. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. ആലുവ നഗരസഭയും ജില്ലാ ഭരണകൂടവും വിപുലമായ സൗകര്യങ്ങളാണ് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. 17-ാം തീയതി വാവാണ്, അന്ന് വരെ ഉണ്ട്. ഈ തറകൾ അന്ന് വരെയുള്ള രീതിയിലാണ്. അതെ പ്രത്യേക പൂജകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്തുനിന്നും നിരവധി ആളുകൾ ബലിതർപ്പണത്തിനും ക്ഷേത്ര ദർശനത്തിനുമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ആർക്കും. തമിഴ്നാട്ടിൽ നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. അതാ ഇന്ന് ഞായറാഴ്ച കൂടുതൽ ആൾക്കാരുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ച് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് വളരെയധികം തിരക്ക് മണപ്പുറത്ത് അനുഭവപ്പെടുന്നുണ്ട്. ആലുവ നഗരത്തിൽ 1600 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. മെട്രോ, KSRTC എന്നിവ പ്രത്യേക സർവീസ് നടത്തുന്നു. ആലുവ അദ്വൈതാശ്രമത്തിലും ശിവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. ചങ്ങനാശ്ശേരി ശ്രീ മാതാ അമൃതാനന്ദമയി മഠത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നു. ഇതിന്റെ ഭാഗമായി മഹാമൃത്യുഞ്ജയ ഹോമം, ശനിദോഷ നിവാരണ പൂജ, കൂവളമാല സമർപ്പണം എന്നിവയും നടന്നു. ശിവപഞ്ചാക്ഷരി മന്ത്രജപത്തോടെ 108 പ്രദക്ഷിണം, പഞ്ചദ്രവ്യാഭിഷേകം, കൂവളത്തില അർച്ചന, സത്സംഗം, ധ്യാനം, ഭജന, മംഗളാരതി തുടങ്ങിയ വിശിഷ്ട ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു. മഠാധിപതി സ്വാമിനി നിഷ്ഠാമൃത പ്രാണ, ബ്രഹ്മചാരിണി ദേവീകൃപ ചൈതന്യ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സനാതനധർമ്മത്തിന്റെ മഹത്വം വിളിച്ചോതി പമ്പാ നദിക്കരയിൽ 114ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. തിരുനാവായ മാഹമക മഹോത്സവ പരമാചാര്യൻ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പരിഷത്ത് ഉദ്ഘാടനം ചെയ്തു. ഭാരതം എന്നും ഹിന്ദു സംസ്കൃതി എന്ന ഒറ്റച്ചരടിൽ കോർക്കപ്പെട്ടതാണെന്നും ഭിന്നിപ്പിന്റെ ശക്തികളെ ജാഗ്രതയോടെ നേരിടണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 114ാമത് വർഷത്തിലും ആവേശത്തിന് കുറവില്ലാതെയാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ആരംഭിച്ചത്. കൊല്ലം പത്മനാശ്രമത്തിൽ നിന്നുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്രയും, എഴുമറ്റൂർ പരമഭട്ടാരകാശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും, അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പതാക ഘോഷയാത്രയും സമ്മേളന നഗരിയിൽ സംഗമിച്ചു. തുടർന്ന് ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ പതാക ഉയർത്തിയതോടെ ഒരാഴ്ച നീളുന്ന പരിഷത്തിന് തുടക്കമായി. വൈകിട്ട് നടന്ന സമ്മേളനത്തിൽ സംപൂജ്യ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ദീപപ്രോജ്വലനം നടത്തി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുരാതന കാലം മുതൽ തന്നെ ഭാരതത്തിലെ ജനങ്ങൾ ഹിന്ദു സംസ്കൃതി എന്ന ഒറ്റച്ചരടിൽ ബന്ധിപ്പിക്കപ്പെട്ടവരാണെന്നും ഭാരതം വീണ്ടും അതിന്റെ പൂർവ്വകാല പ്രൗഢിയെ തിരികെ പിടിക്കുമ്പോഴും സജീവമായുള്ള ഭിന്നിപ്പിന്റെ ശക്തികളെ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത് വിഭജന ശക്തികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായരുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വാഴൂർ മഠാധിപതി ശ്രീമദ് പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആന്റോ ആന്റണി MP, റാന്നി MLA പ്രമോദ് നാരായണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വരും ദിവസങ്ങളിൽ പ്രമുഖ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾക്കും സാംസ്കാരിക സമ്മേളനങ്ങൾക്കും പമ്പാതീരം വേദിയാകും. അമൃത ന്യൂസ്, പത്തനംതിട്ട. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky. ലോകകപ്പിലെ ഗ്ലാമർ പോരാട്ടത്തിൽ പാകിസ്ഥാനെ തകർത്ത് ടീം ഇന്ത്യ. പാകിസ്ഥാനെതിരെ 61 റൺസ് വിജയം നേടിയ ഇന്ത്യ എ ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായി സൂപ്പർ 8ൽ കടന്നു. ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 18 ഓവറിൽ 114 റൺസ് എടുത്ത് പുറത്തായി. 34 പന്തിൽ 44 റൺസ് എടുത്ത മധ്യനിര താരം ഉസ്മാൻ ഖാൻ മാത്രമാണ് പാക് നിരയിൽ പൊരുതിയത്. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച പാകിസ്ഥാന് ഇനിയും സൂപ്പർ 8 പ്രതീക്ഷയുണ്ട്. 4 പോയിന്റുമായി എ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ 7 താരങ്ങൾ 2 അക്കം കടക്കാതെ പുറത്തായി. ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി എന്നിവർ ഇന്ത്യയ്ക്കായി 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എടുത്തു. 40 പന്തിൽ 77 റൺസ് അടിച്ച ഇഷാൻ കിഷൻ കളിയിലെ താരമായി. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.